ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു റിലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെടുത്തതായിരുന്നു ക്ലാസ് ചെക്ക് അല്ലേ. ക്ലാസ് ചെക്ക് ചെയ്തു, നമ്പറിങ്ങും ചെയ്തു, നമ്മൾ മോഡൽ വൈൻഡപ്പ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് എന്തായിരുന്നു? ഫിൽട്ടർ എന്ന് പറഞ്ഞൊരു ടൂളാണ് പഠിപ്പിച്ചിരുന്നത്. ഇതൊരു ടൂളാണ്, അല്ലാണ്ട് ഇതൊരു പ്രൊസീജിയർ അല്ല. ഈ ഫിൽട്ടർ എന്ന് പറഞ്ഞൊരു ടൂള് നമുക്ക് മോഡലിംഗ് ചെയ്യുന്ന സമയത്ത്, ഡീറ്റെയിലിംഗ് ചെയ്യുന്ന സമയത്ത് ഒക്കെ ഉപയോഗിക്കാവുന്നൊരു വലിയൊരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ലൊരു ടൂളാണ് ഫിൽട്ടർ. ഫിൽട്ടർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ആ പേരിൽ തന്നെയുണ്ട്, ഫിൽട്ടർ ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യമായ ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട്സിൽ നിന്നും നമുക്ക് ആവശ്യമായത് മാത്രം ഫിൽട്ടർ ചെയ്ത് എടുക്കുക. അതാണ് ഫിൽട്ടർ എന്ന് പറഞ്ഞൊരു ടൂൾ. ഇപ്പോൾ നമ്മൾ നമ്പറിങ് ചെയ്തപ്പോൾ ഇതിൽ കുറേ പാർട്ട് നമ്പർ വന്നു, അസംബ്ലി നമ്പർ വന്നു. ഇതിലൊക്കെ എന്തെങ്കിലും എറർ ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ PL7 ഇതിൽ ഒരുപാട് പ്ലേറ്റുകളുണ്ട്, ഇതിൽ PL7 ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഇല്ലെങ്കിൽ VBR5 ഏതാണെന്ന് ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന ഒരു ഓപ്ഷനിൽ നമുക്ക് ഫിൽട്ടർ ഉപകാരപ്പെടും. ഇപ്പോൾ നമുക്ക് ആദ്യം ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഫിൽറ്റർ തൊട്ട് തുടങ്ങാം. നമുക്ക് രണ്ട് ടൈപ്പ് ഫിൽറ്റർ ഉണ്ട്, വ്യൂ ഫിൽറ്റർ ഉണ്ട്, സെലക്ഷൻ ഫിൽറ്റർ ഉണ്ട്. ആ പേരിൽ തന്നെയുണ്ട്. വ്യൂ ഫിൽറ്റർ എന്ന് വെച്ചാൽ ഫിൽറ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് വ്യൂ ചെയ്യാൻ കാണാൻ പറ്റും. സെലക്ഷൻ ഫിൽറ്റർ എന്ന് വെച്ചാൽ നമുക്ക് സെലക്ഷനിലൂടെ ആ ഐറ്റം മാത്രം നമുക്ക് സോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് വ്യൂ ഫിൽറ്റർ നോക്കാം. അതിൽ നമുക്ക് കോളം ഫിൽറ്റർ ചെയ്യുന്ന ഒരു ഓപ്ഷൻ നോക്കാം. അപ്പോൾ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് വ്യൂ പ്രോപ്പർട്ടി ആദ്യം എടുക്കാം. വ്യൂ പ്രോപ്പർട്ടി, അതിൽ വിസിബിൾ ഒബ്ജക്റ്റ് ഗ്രൂപ്പിൽ ഒബ്ജക്റ്റ് ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഇതിൽ കാറ്റഗറി ഉണ്ട്, പ്രോപ്പർട്ടി ഉണ്ട്, കണ്ടീഷൻ ഉണ്ട്, വാല്യൂ ഉണ്ട്. കാറ്റഗറി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യം ഫിൽട്ടർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഐറ്റം, നമ്മൾ കോളമാണ് ഫിൽട്ടർ ചെയ്യാൻ ഉദ്ദേശിച്ചത്, അത് ഏത് കാറ്റഗറിയിലാണെന്ന് കൊടുക്കണം. അതായത് പാർട്ടാണോ, കമ്പണൻ്റ് ആണോ, ബോൾട്ടാണോ, വെൽഡാണോ. കോളം എന്ന് പറയുന്നത് ഒരു പാർട്ടാണ്, അപ്പോൾ അതിൽ വെക്കുക. ഇനി അതിൻ്റെ പ്രോപ്പർട്ടി, കാരണം നമ്മൾ കൊടുക്കുന്ന ഐറ്റത്തിൻ്റെ പ്രോപ്പർട്ടി വേറെ ഒന്നിലും ഉണ്ടാവരുത്, എന്നാലേ അത് മാത്രമായിട്ട് നമുക്ക് സോർട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നെയിം വേണോ, പ്രൊഫൈൽ വേണോ, മെറ്റീരിയൽ വേണോ, നമുക്ക് നെയിം കൊടുക്കാം. കാരണം കോളം എന്ന് പറഞ്ഞൊരു നെയിം വേറെ ഒന്നിലും ഇല്ല, അപ്പോൾ നെയിം വെക്കാം. ഇനി വാല്യൂസ് അറിയാമെങ്കിൽ നിങ്ങൾ അതേപോലെ ടൈപ്പ് ചെയ്യാം. അതായത് ടൈപ്പ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിരിക്കണം. ക്യാപിറ്റൽ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ ആണെങ്കിൽ സ്മോൾ ലെറ്റർ. എങ്ങനെയാണോ നമ്മൾ മോഡലിംഗ് ചെയ്തപ്പോൾ, മെമ്പർ പ്ലേസ്മെൻറ്റ് ചെയ്തപ്പോൾ നമ്മൾ കൊടുത്തത് അതേപോലെ തന്നെ വേണം ടൈപ്പ് ചെയ്യാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഡ്രോപ്പ് ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുക, സെലക്ട് ഫ്രം മോഡൽ. ഒന്നിൽ കൂടുതൽ സെലക്ഷൻ ഉണ്ടെങ്കിൽ മൾട്ടി സെലക്ട് എടുക്കാം. സെലക്ട് ഫ്രം മോഡൽ, എന്നിട്ട് ഇപ്പോൾ കോളത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നോ അതിൻ്റെ കാറ്റഗറി പ്രോപ്പർട്ടി മാച്ച് ചെയ്തിട്ടുള്ള വാല്യൂ വരും. ഇനി ഇവിടെ കണ്ടീഷൻ ഈക്വൽസ് അല്ലേ കിടക്കുന്നത്. മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ട്, കോളം മാത്രം വന്നു, ബാക്കിയെല്ലാം പോയി. കണ്ടീഷൻ ഡസ് നോട്ട് ഈക്വൽ കൊടുത്ത് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കോളം പോയി, ബാക്കിയെല്ലാം വന്നു. ഇവിടെ അൺടിക്ക് ചെയ്ത് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ തന്നെ വരും. അപ്പോൾ ഇതാണ് വ്യൂ ഫിൽട്ടർ. ഇനി സെയിം തന്നെ സെലക്ഷൻ ഫിൽട്ടറിൽ ഞാൻ കാണിച്ചുതരാം. സെലക്ഷൻ ഫിൽട്ടറിൻ്റെ ടൂൾ Ctrl+G അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. Ctrl+G അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഈ സെയിം പ്രോപ്പർട്ടി തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാറ്റഗറി, പ്രോപ്പർട്ടി, കണ്ടീഷൻ, വാല്യൂ. ഇതേപോലെ തന്നെ സെലക്ട് ഫ്രം മോഡൽ നിന്നെടുത്ത് കോളത്തിൽ ക്ലിക്ക് ചെയ്തു, അപ്ലൈ, ഓക്കെ. സെലക്ഷൻ ഫിൽട്ടർ എന്ന് വെച്ചാൽ സെലക്ഷനിലൂടെ കണ്ടുപിടിക്കുന്നതാണ് കേട്ടോ. വ്യൂ ഫിൽട്ടറാണ് വ്യൂവിൽ വിസിബിളായി വരുന്നത്. ഓക്കെ, ഇനി ഡ്രാഗ് ചെയ്ത് മോഡൽ മുഴുവനും സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ സെലക്ഷനിൽ കോളം മാത്രം സെലക്റ്റായി കിട്ടണം. അപ്പോൾ ഇവിടെ കോളം സെലക്റ്റായി, പക്ഷേ ആ കൂട്ടത്തിൽ കമ്പണൻസ് കൂടി സെലക്റ്റായി വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ താഴെ കാണുന്ന എല്ലാം സെലക്ഷൻ ടൂൾ ബാർസാണ്. ഇതിൽ ഇപ്പോൾ കിടക്കുന്ന ഓപ്ഷൻ ഏതാണ്? സെലക്ട് കമ്പണൻസ്. അതുകൊണ്ട് ഓഫ് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ആയിക്കോളും. ഇനി ഒന്നും കൂടി ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാം. നമുക്ക് ഈ പ്രൊജക്റ്റിൽ എത്ര കോളംസ് വരുന്നുണ്ട്? 4 കോളംസ് വരുന്നുണ്ട്. നമ്മൾ എത്ര ക്വാണ്ടിറ്റി സെലക്ഷനിലുണ്ടോ അത് ബോട്ടം റൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. എന്താണ്? 4 ഒബ്ജക്ട്സ് സെലക്റ്റഡ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എത്ര ഒബ്ജക്ട്സ് ഉണ്ടെന്നുള്ളത്. ഓക്കെ, സെലക്ഷൻ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, തിരിച്ച് കമ്പോണൻസ് ഓൺ ചെയ്യുക, പിന്നെ Ctrl+G ഞെക്കിയിട്ട് അൺടിക്ക് ചെയ്യുക. ഇവിടെ അൺടിക്ക് ചെയ്ത് അപ്ലൈ, ഓക്കെ ചെയ്യുക. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ കോളം ഒഴിച്ച് ബാക്കി ഒന്നും സെലക്ട് ചെയ്യാൻ പറ്റാതെ വരും. ഓക്കെ, ഇപ്പോൾ നമ്മൾ റഫായിട്ടൊരു വ്യൂ ഫിൽറ്ററും സെലക്ഷൻ ഫിൽറ്ററും നോക്കി. ഇനി അസംബ്ലി ലിസ്റ്റ്, പാർട്ട് ലിസ്റ്റ്, ഇത് പ്രകാരമൊക്കെ എങ്ങനെ നമുക്ക് ഫിൽട്ടർ ചെയ്യാമെന്നുള്ളത് ഞാൻ കാണിക്കും. ഇതേപോലെ നിങ്ങൾ ഫിൽട്ടർ ചെയ്ത് നോക്കണം പലതും. ബീം ഫിൽട്ടർ ചെയ്ത് നോക്കാം. ബീമിൽ തന്നെ മേളിൽ 3 ബീം വരുന്നുണ്ട് വേറെ സൈസിന്, അത് മാത്രം എങ്ങനെ ഫിൽട്ടർ ചെയ്യാം. പ്ലേറ്റിൻ്റെ തിക്നെസ് വെച്ച് എങ്ങനെ കൊടുക്കാം, മെറ്റീരിയൽ വെച്ച് എങ്ങനെ ഫിൽട്ടർ ചെയ്യാം, ഇങ്ങനെയൊക്കെ നമുക്ക് ഫിൽട്ടർ ചെയ്യാം. നമുക്ക് ഒന്നിൽ കൂടുതൽ നമുക്ക് ഡാറ്റാസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇവിടെ ഫിൽട്ടറിൽ ഇപ്പോൾ ബീമാണ് ഫിൽട്ടർ ചെയ്യേണ്ടതെന്ന് കരുതുക. അപ്പോൾ ഈക്വൽസ് നെയിം, സെലക്ട് ഫ്രം മോഡൽ, ഇവിടെ ബീം ക്ലിക്ക് ചെയ്തു, മോഡിഫൈ. അപ്പോൾ ഇത് എല്ലാ ബീമും വന്നു, പക്ഷെ നമുക്ക് മേളത്തിൽ വലിയ സൈസുള്ള ബീം മാത്രം മതി. അപ്പോൾ ഒരു റോയും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നെയിം മാറ്റി പ്രൊഫൈൽ കൊടുക്കുക. പ്രൊഫൈൽ കൊടുത്ത് സെലക്ട് ഫ്രം മോഡൽ ക്ലിക്ക് ചെയ്യുക, മോഡിഫൈ ചെയ്യുക. അപ്പോൾ അത് മാത്രം വന്നാണ്ടോ. ഇങ്ങനെയൊക്കെ ഫിൽട്ടർ നിങ്ങൾ ഒരുപാട് ഫിൽട്ടർ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക്
പാർട്ട് ലിസ്റ്റ് പ്രകാരം PL7 ഏതാണെന്ന് നോക്കാം. അപ്പോൾ PL7 എപ്പോഴും നിങ്ങൾ നോക്കണം. PL7 എന്ന് പറയുന്നത് ചിലവരൊക്കെ ടൈപ്പ് ചെയ്യുന്നുണ്ട്, നെയിം എന്നൊക്കെ പറഞ്ഞ് ടൈപ്പ് ചെയ്ത് ഇവിടെ കൊടുക്കും. അതായത് കാറ്റഗറി പ്രോപ്പർട്ടിയും കറക്റ്റായിട്ട് മാച്ച് ചെയ്തില്ലെങ്കിൽ, വാല്യൂവും എല്ലാം കൂടി മാച്ച് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഫിൽറ്ററിൽ സക്സസ് ആയിട്ട് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ഫിൽറ്റർ ചെയ്യേണ്ട എന്താണ് ഐറ്റം നോക്കാം. ഇപ്പോൾ നമുക്ക് PL7 എന്ന് പറയുന്നത് ഏതാണ്? പാർട്ട് പൊസിഷൻ നമ്പറാണ്. അസംബ്ലി പൊസിഷൻ അല്ല, നെയിം അല്ല, ഗ്രേഡ് അല്ല, പ്രിഫിക്സ് അല്ല വരുന്നത്, പാർട്ട് പൊസിഷൻ നമ്പർ. അപ്പോൾ കാറ്റഗറി പാർട്ടിലോട്ട് ഇട്ടു. പ്രോപ്പർട്ടി പൊസിഷൻ നമ്പർ ഈക്വൽസ് ടു ക്യാപിറ്റൽ ലെറ്റർ അല്ലേ വരുന്നത്, അപ്പോൾ ക്യാപിറ്റൽ തന്നെ കൊടുക്കണം. PL7 മോഡിഫൈ വന്ന് കിടക്കുന്നുണ്ടോ? ഇതാണ് നമുക്ക് എൻക്വയറി ചെയ്ത് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് PL7. ഇതേപോലെ അസംബ്ലി ലിസ്റ്റും നമുക്ക് സോർട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇവിടെ നിന്നൊരു VBR 10 വരെ ഉണ്ടോയെന്ന് അറിയില്ല, എന്നാലും നമുക്ക് നോക്കാം. മോഡിഫൈ 10 ഇല്ല, VBR 10 വരെ ഇല്ല. അപ്പോൾ VBR 4 കൊടുക്കാം. ഓക്കെ, പാർട്ടല്ല. അതെന്തുകൊണ്ടാണ് വരാമെന്ന് വെച്ചാൽ ഇത് പാർട്ടല്ല, അസംബ്ലിയാണ് വേണ്ടത്. VBR എന്ന് പറയുന്നത് അസംബ്ലി മാർക്കല്ലേ, അപ്പോൾ പാർട്ട് മാറ്റി അസംബ്ലിയിലോട്ടിട്ടു. അസംബ്ലി പൊസിഷൻ നമ്പർ, നെയിം അല്ല, പൊസിഷൻ നമ്പർ VBR 4 കിടക്കുന്നുണ്ടോ? നേരത്തെ നമ്മൾ പറഞ്ഞ VBR 10 അല്ലേ, അത് നമുക്ക് നോക്കാം. മോഡിഫൈ VBR 10 നമ്മളുടെ ലിസ്റ്റിലില്ല. നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ഇവിടെ അസംബ്ലി ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. മെറ്റീരിയൽ അസംബ്ലി ടൈപ്പ് ആണല്ലേ, എടുത്തു കഴിഞ്ഞാൽ ഇതുണ്ടോ, VBR 9 വരെ ഉള്ളൂ, VBR 10 ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് വരാഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത് അൺടെക്ക് ചെയ്യുക, മോഡിഫൈ ചെയ്യുക. അപ്പം ഇങ്ങനെ ഫിൽട്ടർ ചെയ്ത് നിങ്ങൾ പഠിക്കണം കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഒരുപാട് ടൈം സേവ് ചെയ്യും. ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട്സിന് നമുക്ക് ആവശ്യമായത് മാത്രം ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് സോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഫിൽറ്ററിൻ്റെ ടൂൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇതേപോലെ ചെയ്ത് നോക്കുക. ഫിൽട്ടർ ചെയ്ത് നിങ്ങൾ നമ്പറിങ് ചെയ്ത് റിപ്പോർട്ട്സ് എടുത്തിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഫിൽട്ടർ ചെയ്ത് കണ്ടുപിടിച്ച് അത് സോർട്ട് ചെയ്യാം. കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ പ്ലീസ് കോൺടാക്ട് മീ.